ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 14 1 മുതലുള്ള തിരുവചനങ്ങൾ. സ്നാപകന്റെ ശിരശ്ഛേദം. അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് ഇവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദോസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവൻ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെറോദസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തു കൊണ്ടുപോയി. അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുഖം കണ്ട് അവിടുത്തെ സ്വരം കേട്ട്
അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ആയിരിക്കുന്ന ഈ 9 മണി രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഇന്ന് ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യത്തെ ഈ ദിവസം നമുക്ക് ഓർക്കാം. ഓഗസ്റ്റ് മാസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നതുപോലെ ഓഗസ്റ്റ് മാസം സ്പെഷ്യൽ ഡിവോഷൻ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന ഡിവോഷനാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് നമുക്ക് ഈ മാസം മുഴുവൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ ആയിത്തീരട്ടെ എന്ന്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയം പോലെ ആക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച വചനഭാഗം നമ്മോട് പറയുന്നത് ഒരു നീതിമാന്റെ മരണത്തെക്കുറിച്ചാണ്, ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. അനീതി നിറഞ്ഞ ഒരു രാജാവ് നീതിമാന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാതിരുന്ന ഒരു രാജാവ് അവനെ തുറങ്കലിലടക്കുന്നു. ആ നീതിമാന്റെ മരണത്തിന് ആ രാജാവ് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ളവർ കൂടെ ഉത്തരവാദികളാവുകയാണ്. കൂടെ വന്ന വിരുന്നിന് വന്നവർ, രാജാവിൻ്റെ വിരുന്നിന് രാജാവിനോടൊപ്പം വിരുന്നുണ്ടവർ ഈ പെൺകുട്ടിയുടെ നൃത്തം കണ്ടതിന് ശേഷം രാജാവ് അവളോട് പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. കൊച്ചിന് എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു പ്രായമാണ്. നമ്മൾ പിള്ളേരോട് പറയൂല, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അമ്മനോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രായം. എന്താണ് വേണ്ടതെന്ന് കൊച്ചിന് തന്നെ അറിഞ്ഞുകൂടാ. കൊച്ച് വിചാരിച്ചിരിക്കുന്നത് ഒരു ഡാൻസൊക്കെ കളിച്ച് കഴിയുമ്പോൾ നമ്മൾ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൊടുക്കുന്നത് പോലെ, സ്കൂളിലൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു വെള്ളിക്കിണ്ണം കിട്ടും. ഒരു ചോറ്റുപാത്രം പണ്ടൊക്കെ സമ്മാനം കൊടുത്തിരുന്നത് എന്താണ്? ഒരു പാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് പാത്രം, സെക്കൻഡ് പ്രൈസ് ഗ്ലാസ്. അതുപോലെ ഒരു പാത്രം കിട്ടുമെന്നാണ് കൊച്ചു വിചാരിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അമ്മനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ തല ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിന് ഈ തല കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞൂടാ. കൊച്ചപ്പോൾ കൊച്ചു പ്രതീക്ഷിച്ചതുകൂടെ അതിനോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, യോഹന്നാൻ്റെ ശിരസ് ഒരു വെള്ളിത്താലത്തിൽ വെച്ചിട്ട് എനിക്ക് വേണം. തല അമ്മക്ക്, വെള്ളിപ്പാത്രം എനിക്ക്. അങ്ങനെയാണ് കൊച്ച് ശിരസ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ, നീതിമാനായവനെ ദുഷ്ടനായവൻ കൊന്നുകളഞ്ഞു. ഇതാണ് ഈ കഥയിലെ ദുരന്തമെന്ന് പറയുന്നത്. ട്രാജിക് സ്റ്റോറിയാണ്, ട്രാജഡിയാണ്. ഇനി അവിടെ കൊണ്ടത് അവസാനിക്കുന്നില്ല. ഈ ദുഷ്ടനായ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു? നീതിമാനെ ഇല്ലാതെയാക്കിയ വില്ലന് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കഥയുടെ ഒരു അവസാനമുണ്ടാകുന്നത്. ഹെറോദേസിന് എന്താ സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹെറോദേസ് സ്നാപക യോഹന്നാനെ കൊന്നു. അവിടെ കൊണ്ടത് തീരുന്നില്ല. സ്നാപക യോഹന്നാനെ കൊന്ന ഹെറോദേസ് രാജാവിനെ എന്ത് സംഭവിച്ചുവെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൽ 22-23 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ദൂതൻ അവനെ അടിച്ചിട്ടു. അവൻ തളർന്ന് കിടന്നു. അവന് സ്ട്രോക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവൻ തളർന്ന് കിടന്നിട്ട് ബെഡ് സോർ വന്നു എന്നാണ്, അല്ലെങ്കിൽ പുഴുവരിച്ച് പുഴുക്കൾക്കിരയായിട്ട് അവൻ മരിച്ചു എന്ന് മാത്രം അവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ പുഴു കീറുന്ന വിധത്തിൽ അവൻ്റെ ശരീരം കിടന്ന്, ജീവനുള്ളപ്പോൾ തന്നെ അവൻ്റെ ശരീരം കിടന്ന് ചീഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഹെറോദേസ് മരിക്കുന്നത്. ചീഞ്ഞ് മഴ. നമ്മൾ പറയില്ലേ, പുഴുത്ത് ചീഞ്ഞ് ചാവുള്ളൂ എന്ന് നമ്മൾ ചില ആളുകളോടൊക്കെ. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഹെറോദേസ് പുഴുത്ത് ചീഞ്ഞ് ചത്തു.
നീതിമാനെ കൊലക്ക് കൊടുത്തവൻ ആളുകളുടെ തൻ്റെ ബഹുമാനത്തിനു വേണ്ടി താൻ പറഞ്ഞ വാക്കിനെ പ്രതി, വന്നിരിക്കുന്ന വിരുന്നുകാരെ പ്രതിയൊക്കെ ആളുകളുടെ പ്രശംസ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു തിന്മ പ്രവർത്തിച്ചവൻ, കൊലപാതകം, താൽക്കാലികമായ ഒരു മഹത്വത്തിനു വേണ്ടി തിന്മ പ്രവർത്തിച്ചവൻ അവസാനം നിത്യമായ നാശത്തിലേക്ക് നിബദിച്ചതിൻ്റെ കഥയാണ് ഹെറോദസിന്റെ കഥ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവമാണ് ഈശോ നമ്മെ ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നത്. സ്നാപക യോഹന്നാൻ ഇന്നും പ്രകാശിക്കുന്നൊരു പ്രകാശഗോപുരമായി നിൽക്കുമ്പോൾ ഹെറോദസ് ഒരു ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പായി അവശേഷിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്മ പ്രവർത്തിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അവനെ ഇല്ലാതെയാക്കാൻ നോക്കിയാലും അവൻ ഇല്ലാതെയാകുന്നില്ല. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ഉള്ള സ്ഥാനം അത് പാതാളമാണ്, നാശമാണ്, അഗ്നികുണ്ഠമാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നീതി പ്രവർത്തിക്കുന്നവരാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവരാണ്, സ്നാപകനെ പോലെ ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരും ജീവൻ കൊടുക്കുന്നവരുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യമായ ജീവനുണ്ട്, നമുക്ക് നിത്യതയിലൊരു ഭാവിയുണ്ട്. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി തിന്മ ചെയ്യുന്ന ഹെറോദോസിനെ പോലെയാണെങ്കിൽ നമ്മുടെ അന്ത്യം, നമ്മുടെ അവസാനം ക്ലേശപൂർണമായിരിക്കും, ദുരിതമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി പാപത്തിൻ്റെ പിറകെ പോവുകയും നമ്മുടെ ആത്മാവിനെ വിറ്റ് ഈ ലോകത്തിൻ്റെ, ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ ദുർമോഹങ്ങളെ നേടാൻ പരിശ്രമിക്കുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാനുണ്ട്. നമ്മുടെ മക്കളുടെ, മാതാപിതാക്കളുടെ, ജീവിത പങ്കാളിയുടെ ഒക്കെ ജീവിതത്തെ ഓർത്ത് അനുതപിക്കാനുള്ള മേഖലകളെ ഓർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുതപിച്ചുകൊണ്ട് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീതിയിൽ ജീവിക്കാൻ, ധൈര്യത്തോടെ ജീവിക്കാൻ, സ്നാപക യോഹന്നാനെ പോലെ പ്രവാചക ശബ്ദമായി മാറാൻ, ദൈവത്തിന് വഴിയൊരുക്കുന്നവരായി മാറാൻ ഒക്കെ നമുക്ക് കർത്താവ് കൃപ തരുന്ന സമയങ്ങളെ ഓർത്ത്, നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ വെളിപാടുകളെ, ദർശനങ്ങളെ, ബോധ്യങ്ങളെ ഓർത്തും, അതുപോലെ ഭൗതികമായ, ശാരീരികമായ അനുഗ്രഹങ്ങളെ, ശരീരത്തിൻ്റെ ആരോഗ്യം, കണ്ണിന് കാഴ്ച, കാതിന് കേൾവി, ഭക്ഷണം, താമസിക്കാൻ ഭവനം, ധരിക്കാൻ വസ്ത്രം, അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ചു. ഹല്ലേലൂയ, തുതിക്കുന്നു, ആരാധിക്കുന്നു, തുതിക്കുന്നു, ആരാധിക്കുന്നു, തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ വിടുതലും സൗഖ്യവും യേശുനാമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലും ഒക്കെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും മേലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം തീഷ്ണതയോടുകൂടെ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരെയും രോഗികളായി കഴിയുന്നവരെയും ഐസിയുയിലും വെന്റിലേറ്ററിലുമൊക്കെ ഉള്ളവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും തളർന്നു കിടക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, നാളെ സർജറിക്ക് വിധേയരാകുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, യാത്ര ചെയ്യുന്നവർ, മാനസിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, ഡി അഡിക്ഷൻ സെന്ററുകളിലായിരിക്കുന്നവർ, ജയിലുകളിലും അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഒക്കെയായി കഴിയുന്നവർ, ഭവനങ്ങളിൽ നിന്നകന്ന് പഠിക്കാനും ജോലിക്കുമൊക്കെയായി വിദൂരങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്നവർ, സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതീയുവാക്കൾ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ കഴിയുന്നവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ എല്ലാ മനുഷ്യരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയേ, സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആനന്ദവും കുടുംബത്തിൽ സമാധാനവും ആത്മാവിൽ രക്ഷയുടെ അനുഭവവും സമൃദ്ധമായി നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ശനിയാഴ്ച പ്രഭാതത്തിൽ കൂടുതൽ ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലാം.